എല്ലാവർക്കും മാപ്പ്. ഞാനിനി ജാസ്മിനെ കുറിച്ചിട്ട് വീഡിയോ ഒന്നും ചെയ്യൂല. ജാസ്മിൻ എന്നുള്ള വ്യക്തിനെ ഞാൻ ഇനിയൊന്നും പറയില്ല. ജാസ്മിനെ പോലുള്ളൊരു വ്യക്തി ഈ ദുന്യാവിലൊന്നുമില്ല. ഞാൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞതും എനിക്കതൊക്കെ തെറ്റുപറ്റി പോയതാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പറയുക, എനിക്കിങ്ങനെ ഒരു എവല്യൂഷൻ സംഭവിക്കാനുള്ളൊരു കാരണം മഞ്ചേരി അനീഷ്. ചില ആളുകൾക്ക് വധഭീഷണി വരെ വന്നിട്ടുണ്ട് ഈ മുല്ലപ്പൂനെ പറയുന്നതിന്. അങ്ങനത്തെ എന്തെങ്കിലും ഭീഷണിയൊക്കെ ആയിട്ട് ഇനി എൻ്റെ അടുത്തേക്ക് പോവാം. വീഡിയോ പ്രത്യേകിച്ചിട്ടും ആരും കാണണമെന്നൊന്നുമില്ല. മഞ്ചേരിയുള്ള രാജൻ അനീഷ് ഉണ്ടെങ്കിൽ അവസരം ഞാൻ തരാം. മഞ്ചേരി അനീഷ്, നീ ഒരു കാര്യം ചെയ്യ്. എനിക്കെന്ത് സംഭവിച്ചാലോ യാതൊരു ഉത്തരവാദിത്വവും ആരും ഏറ്റെടുക്കണ്ട. അതായത് കേസോ വക്കാണോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിൽ വാ, നമുക്ക് സിംഗിൾ തല്ലി തന്നെ. ഈ മഞ്ചേരി അനീഷ് ഇന്നലെ എന്നെ ഒന്ന് പേടിപ്പിച്ച്. അത് ഉറക്കത്തിൽ കണ്ട് നെറ്റിപ്പോയതൊന്നുമല്ല കേട്ടോ ഞാൻ. മഞ്ചേരി അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ ബേജാറായിട്ട് ഇന്നലെ ഞാൻ എന്താ പറയുക, രണ്ട് ജഗ് വെള്ളം കുടിച്ച് മൂലക്കൽ പൊതച്ച് മൂടി കിടന്നുറങ്ങിപ്പോയി. അത് വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ആയിട്ടുള്ള കമൻ്റൊക്കെ അടിച്ച് കൂട്ടിയിട്ട് അതിൽ നൈസായിട്ട് എൻ്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടില്ല, തള്ളക്കും, അതല്ലെങ്കിൽ ഞാനെന്തോ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന് പറയുന്ന അയാളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ പ്രത്യേകിച്ചിട്ടും ആരും കാണണമെന്നൊന്നുമില്ല. മഞ്ചേരിയുള്ള രാജൻ അനീഷ് ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, മഞ്ചേരി അനീഷിന് പ്രത്യേകം ഞാൻ ഇതിൻ്റെ ഒരു ലിങ്കൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചെയ്തിൻ്റെ കമൻറ്റ് ബോക്സിൽ. അപ്പം ഇന്നലെ ആ ഒരു കമൻറ്റ് രാത്രി കണ്ടപ്പോൾ തന്നെ അതിൽ പറഞ്ഞ ആ സംഭവമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിയാണ്. അതായത് ഇന്ത്യൻ മഹാരാജ്യത്തിൽപ്പെട്ട ആർക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മൂരി വർത്താനം തുടങ്ങിയിട്ടില്ല അനീഷ് മഞ്ചേരി. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാസ്മിൻ്റെ ഞാൻ എന്താ പറയുക, ആ കമൻറ്റ് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. അതിവിടെ ഈ ഒരു ഫ്രെയിമിൽ ഒതുങ്ങൂല. അത്രമാത്രം ഒരു തിരക്കഥക്കുള്ള സാധനമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണിക്കാം. ഈ വീഡിയോൻ്റെ ഉള്ളിലാണ് ആ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള മറുപടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൻ്റെ അടുത്ത് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അനീസെ, ഞാൻ ചെയ്ത കമൻറ്റിൽ കുറച്ച് പോയിന്റുകൾ മാത്രം എടുത്തിട്ട് ഞാനിവിടെ പറയാം. അതിൻ്റേതായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ തള്ളയ്ക്ക് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരാളെ പോലെ ഇനി ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ഞാൻ പറയുമ്പം ഒരു തരം വിരളിപ്പ് വേണ്ട. ഇനി എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരുന്നുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും. അതിനി കേട്ടാൽ മതി. ഓക്കെ, എനിക്ക് എൻ്റെ അടുത്ത് അതൊക്കെ അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ അനീസ, നീ ആദ്യം ചെയ്തത് ഇതുപോലെ ഇവർക്ക് ഇവിടെ എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഇവളെൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ ഇവള് ഞാൻ പറയണ പോലെ നിൽക്കണം, ഞാനാണ് അവളുടെ യജമാനൻ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അനീസെ? ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താ പറയുക, മഞ്ചേരി അനീഷിൻ്റെ വീട്ടിലുള്ള ആളുകളെടുത്ത് കാണിക്കുന്ന മേധാവിത്വം ആ ഒരു കാഴ്ചപ്പാടിലെടുത്തിട്ട് എനിക്ക് തൂക്കിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അനീഷ് ഏടാ, ഈ അഫ്സൽ അമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനുണ്ട്. ഓക്കെ, ഈ ബിഗ് ബോസിലേക്ക് ജാസ്മിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, അതിൽ ജാസ്മിനെ കുറിച്ച് ആ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ. അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സംസാരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് അറിയാം, അത് നിൻ്റെ കൗത്തും വന്ന് തല നീ അറ്റിച്ചാലും ശരി അനീഷ്, അതൊക്കെ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അടക്കളയിലോ പറഞ്ഞാൽ മതി. അത് ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടത് ഞാൻ പറയാം. പിന്നെ അപ്പോൾ ആ രീതിയിലൊക്കെ എന്താ പറയുക, ഞാൻ ഈ ജാസ്മിനെ പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്സൽ അമീർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവാവിനെ കുറിച്ച്, ആ യുവാവായിട്ട് ഞാൻ ചിന്തിച്ച് നോക്കുന്നുണ്ടോ? എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ ഏത് രീതിയിലാണ്? അയാൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലുണ്ടോ അയാൾ? ഈ അഫ്സൽ അമീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇവളുടെ ഈ ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ എന്ത് കളിയും വേണമെങ്കിൽ കളിക്കാം. പിച്ചലോ എന്താ പറയുക, നുള്ളലോ ഉമ്മ വെക്കലോ അല്ലെങ്കിൽ ഈ പുതപ്പിൻ്റെ അടിയിൽ കൈകാല് കെട്ടി ഇറക്കിയത് ഇവരെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതല്ലാതെ
പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ചെയ്യാൻ പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എത്തിയതിൻ്റെ ശേഷം ഞാൻ വേറെ ഏതോ യൂണിവേഴ്സിലാണ്, എനിക്ക് എൻ്റെ തന്തനെ തള്ളനും പോലും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ യൂണിവേഴ്സിൽ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, എനിക്ക് ഈ ഭൂമിയിലുള്ള ഗ്രാമവാസീസിനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലക്ക് കാണിക്കലോ. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ എന്താണെന്നുള്ളത് അനീഷിന് അറിയാലോ നല്ല പോലെ. ഒരു വ്യക്തി എന്താണോ ആ വ്യക്തിനെ അതുപോലെ തുറന്ന് കാണിക്കുക, അതല്ലെങ്കിൽ അതങ്ങനെ ആയിപ്പോവും. ആ ഗെയിമിൻ്റെ ഐഡിയോളജി അതാണ് അനീസ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഗെയിമിൽ ഇത്തരത്തിൽ എന്താ പറയുക, ഒരുത്തനെ ഒരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ നിക്കാഹ് വരെയൊക്കെ എത്തിയിട്ടുള്ള ഒരു സംഭവത്തിൽ വാക്ക് കൊടുത്ത് പ്രേമം, അതിലൊക്കെ ഉപരി പ്രേമമായിരുന്നു ജാസ്മിന് ഈ അഫ്സൽ അമീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ അടുത്ത് പ്രേമമായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ, വീട്ടുകാർ ഉറപ്പിച്ചിട്ടതോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഈ പറഞ്ഞു വെച്ചതോ വളടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് പ്രേമിച്ചു ഒരുത്തനാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ മദർ ഏതോ വേശ്യാന്നൊക്കെ ഇനി പറഞ്ഞു അല്ലേ? അപ്പം അത് ഞാൻ അങ്ങനെ ആയിരിക്കില്ല. അത് ഈ ചെങ്ങാതിനെ പോലുള്ള ഈ മഞ്ചേരി അനീഷിനെ പോലുള്ള ആളുകളൊക്കെ പറയാ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആണോ, അതല്ലെങ്കിൽ അത് ഞാനൊരു ഉദാഹരണ ഉപമയൊക്കെ അല്ലേ പറഞ്ഞത് എന്നുള്ളതായിരിക്കും. അതേപോലെ തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, അങ്ങനെ ആണോ എന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ആണ് എന്നുള്ളൊരു ഭാഷയിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജാസ്മിനെ പോലെയുള്ള ഈ ഒരു സ്ത്രീനെ, ഈ ഒരു യുവാവിനെ ഇങ്ങനത്തെ പല രീതിയിലുള്ള ഒരു അവസ്ഥയിലാക്കി വിട്ടിട്ടുള്ള ആ ഒരു സ്ത്രീനെ ന്യായീകരിക്കാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് പിറന്ന ഒരാളാണോ, ഇനി ബസ് സ്റ്റോപ്പ് പിടിക്ക് പിറന്ന ഒരാളാണോ? എനിക്കങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് മോശമാണ്, അതല്ലെങ്കിൽ എൻ്റെ സംസാരം മൊത്തത്തിൽ മോശമാണെന്ന് നോക്കുമ്പം എനിക്കിതെങ്ങനെ പറയണോ അങ്ങനെ പറയണമെന്ന് ആലോചിച്ച് കൂട്ടി പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും പോലെ എന്താണോ മനസ്സിൽ അത് തന്നെ ഞാനും പറയുള്ളൂ. സംഭവം എന്താണെന്ന് പറയുമോ, സത്യത്തിൽ ഈ സ്ത്രീനെ ഒരു വ്യക്തിത്വത്തോടെ വന്ന് അല്ലെങ്കിൽ അവനവൻ്റെ നിലപാടെടുത്തുകൊണ്ട് ന്യായീകരിക്കാൻ ഒരു മനുഷ്യനും പറ്റുന്നില്ല. അതാണ് ഈ അനീഷ് മൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ഞാൻ ആരുടെയും ഫാനല്ല എന്നൊക്കെ 3-4 പ്രാവശ്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കരച്ചിലൊക്കെ കരഞ്ഞു പോകുന്നത്. എൻ്റെ തള്ളൻ ഇനി പറഞ്ഞ് ഒരു വേശ്യ എന്നുള്ള നിലയ്ക്ക് ഓക്കെ, ഞാൻ അങ്ങനെ ഒരു വേശ്യക്ക് ജനിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആവട്ടെ, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അതേ നാണയത്തിൽ എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം, എൻ്റെ തള്ള അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് കിടന്ന് ആ ഒരു വർത്താനം അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വീടിനെ പോലുള്ള വർത്താനമല്ല ഇനി പറയുന്നത്. ഇക്കാര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇവൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെയൊക്കെ തന്തയ്ക്കും തള്ളക്കും ഈ രീതിയിലൊക്കെ പറഞ്ഞു ഓടുക എന്നുള്ളതാണോ അനീഷ്? എനിക്കുള്ള അവസാനത്തുള്ള ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഒരു അവസാനത്തിൽ ഞാൻ പറയണ്ടേ, ഇതിൻ്റെ അവസാനത്തെ ഒരു നെട്ടിക്കലുണ്ടല്ലോ അതിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പ് പിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീനെ, ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീൻ്റെ എല്ലാ കയപ്പും കണ്ടില്ല. അതൊരു പൈതലാണ്, 23 വയസ്സായ പൈതൽ. അത് എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഈ 23 വയസ്സായ ഈ ഒരു പൈതലിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 23 വയസ്സായ പൈതൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരു വ്യക്തിനെ അയാളുടെ വ്യക്തിത്വത്തിനെ തന്നെ, അയാളെ മെൻ്റലിയും അല്ല അയാളെ ഫിസിക്കലിയും ഒക്കെ തമാർത്തിട്ടുള്ള ഈ ഒരു സ്ത്രീനെ എന്ത് പറയണമെന്നാണടാ അനീഷ നീ പറയുന്നത്? നീ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി പറയുന്ന പോലെ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പം ഈ അനീഷൊക്കെ വന്ന് അല്ലെങ്കിൽ അനീഷിനെ പോലെ കുറേ എണ്ണം വന്ന് അങ്ങനെ പല ഈണത്തിലും ആയാസത്തിലും ആംഗ്യം കാണിച്ച് പൊട്ടിക്കരഞ്ഞ് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല അനീഷ. ഞാൻ അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഇക്കാര്യമൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇവൾ എന്തും അങ്ങോട്ട് ചെയ്ത് കൂട്ടിക്കോട്ടെ. ഇവളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവളുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവളെ ഏതെങ്കിലും എന്താ പറയുക ബന്ധത്തിലുള്ള ഫ്രണ്ട്സോ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ അനീഷായി ചെയ്തിട്ടുള്ളത്? ഞാൻ ആ വീഡിയോ അതിന് വ്യക്തമായിട്ട് പല രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും റീച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫേമസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ജാസ്മിനെ നല്ല രീതിയിൽ വെളുപ്പിക്കാനും എനിക്കറിയടോ, അല്ലെങ്കിൽ എന്നെപ്പോലെ വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഈ ചില ആളുകൾക്ക് വധഭീഷണി വരെ വന്നിട്ടുണ്ട് ഈ മുല്ലപ്പൂനെ പറയുന്നതിന്. അങ്ങനത്തെ എന്തെങ്കിലും ഭീഷണിയൊക്കെ ആയിട്ട് ഇനി എൻ്റെ അടുത്തേക്ക് പോവാം. അല്ലാതെ വന്നെങ്ങാണ്ട് ഇനി എനിക്കെതിരെ ഇനി വീഡിയോ ചെയ്ത് അവസാനത്ത് പറഞ്ഞതാ, ഈ കമൻറ്റിൻ്റെ അവസാനത്തിൽ നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇനി ഈ ജാസ്മിനെതിരെ ചെയ്യുന്ന പോലെ എനിക്കെതിരെ വീഡിയോ ചെയ്താൽ അതുപോലെ ആയിരിക്കില്ല. നീ എന്താ ചെയ്യുക? എന്നെക്കൊണ്ടാവുന്നത് ഇനി ഒന്ന് ചെയ്യും. ഏറിപ്പോയാൽ എൻ്റെ തല അങ്ങോട്ട് വിട്ടും, അതല്ലെങ്കിൽ പോയിട്ട് എന്തെങ്കിലും കേസ് കൊടുക്കും. ഇതല്ലേ ചെയ്യുള്ളൂ. ഈ വീഡിയോയിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും എന്തെങ്കിലും സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി എനിക്ക് ഞാൻ പറഞ്ഞ അവസാനത്തെ സാധനം, എനിക്ക് ഈ ജാസ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇനി അവളുടെ കാരലാഭത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു ഓപ്ഷൻ അങ്ങോട്ട് തരാം.
നിനക്ക് എന്നെ തല്ലണോ അല്ലെങ്കിൽ ഈ ജാസ്മിനെതിരെ ഈ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ എന്താ പറയുക എന്നെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു സുവർണ അവസരം ഞാൻ തരാം. മഞ്ചേരി അനീഷ്, നീ ഒരു കാര്യം ചെയ്യ്. എനിക്കെന്ത് സംഭവിച്ചാലോ യാതൊരു ഉത്തരവാദിത്വവും ആരും ഏറ്റെടുക്കണ്ട. അതായത് കേസോ വക്കാണോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിൽ വാ, നമുക്ക് സിംഗിൾ തല്ലി തന്നെ തീർക്കാം. ഇതൊന്നല്ലാതെ എൻ്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല കേട്ടോ അനീഷേ. കാരണം നീ വന്ന് ഈ കരച്ചിലിൻ്റെ ഈണം അത് ഓക്കെ, ഞാൻ എന്തോ ആയിക്കോട്ടെ, എൻ്റെ വ്യക്തിത്വത്തിന് ഞാനിവിടെ ഒരു തരത്തിലും ഞാൻ ന്യായീകരിക്കുന്നില്ല, ഇതാക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോയത് പല പ്രശ്നങ്ങളുണ്ട്, തെറ്റുണ്ട്. ഒരു സ്ത്രീനെ ശിഖണ്ഡിനോടൊക്കെ ബമിക്കുമ്പം അത് തെറ്റാ, എനിക്ക് തന്നെ അറിയാതൊക്കെ. പക്ഷേ ഈ സ്ത്രീനെ അത്ര ഒന്നും പറഞ്ഞാൽ പോരടാ അനീഷേ. നീ പറഞ്ഞ പല വേറെ വിഷയങ്ങളുണ്ട്. ഞാൻ എൻ്റെ ചിലവിലാണോ അവൾ, അല്ലെങ്കിൽ എൻ്റെ അടിമയാണോ അവൾ? എടോ, ഈ രീതിയിലുള്ള കാര്യത്തിലൊക്കെ ഞാൻ അതാ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീനൊക്കെ ന്യായീകരിച്ചെടുക്കാൻ എൻ്റെ അമ്മാതിരി തള്ളേനെ. നീ പറഞ്ഞ പോലെ ഈ മറ്റേ വേശി പോലുള്ള സ്ത്രീ അതിനോ അങ്ങനത്തെ ഒരു സ്ത്രീക്ക് ഉണ്ടായതാണോ ഇനിയൊക്കെ, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ? അപ്പം ഇനി വേറെ ഏതെങ്കിലും നെട്ടിക്കലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ എവിടെയും വെച്ചോ അനീസേ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ഒരൊറ്റ മരണേ ഉള്ളൂ, അതിന് ഏറ്റവും വലിയ മഹത്തായ കാര്യമാണെന്ന് വിചാരിച്ചെടുക്കുന്ന ഒരാളാണ് ഞാൻ. വെറുത്തതാണ് ഒരിക്കലും ജീവിതമൊക്കെ. അപ്പം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് വെറുതെ ചോറിഞ്ഞ് മാന്തി കളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഓടിക്കും. എനിക്ക് എൻ്റെ അടുത്ത് ഈ അനീസിനെ പോലുള്ള വാണങ്ങളെടുത്തൊക്കെ അത് എനിക്ക് പറയണം. ഇത് ഞാനെന്തോ വലിയ സംഭവമായിട്ടൊന്നും പറയണതല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ സ്ത്രീനെ അത്രയും മോശമായിട്ട് സംസാരിക്കാനൊന്നും ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ സംസാരിച്ച് പോണതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. ഇനിയിപ്പോൾ ഈ ബിഗ് ബോസിൽ ഇവൾ എന്ത് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇവൾക്ക് ഇവളുടെ ഇഷ്ടത്തിന് ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും കണ്ടില്ല എന്ന് വെച്ചും ആ ഒരു ചങ്ങാതിക്ക് മാത്രം ഒരു രീതിയിലുള്ള ജസ്റ്റിസും കിട്ടാതെ, അതല്ലെങ്കിൽ ഈ സ്ത്രീൻ്റെ കയപ്പിനൊക്കെ എരായിങ്ങണ്ട് ആ ചങ്ങാതി അവിടെ നിൽക്കുക, അല്ലെങ്കിൽ അയാൾ വെറുതെ ഒരു വര പോലെയുള്ള മനുഷ്യനങ്ങനെ പോലെ അങ്ങനെ ജീവിച്ച് പോവുക, അയാളുടെ ജീവിതം അങ്ങനെ തീർക്കട്ടെ. ഇതൊക്കെ എൻ്റെ അടിമയാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീൻ്റെ അടിമയാണ്. ഇവളുടെയൊക്കെ ഈ മൊഞ്ചോ അതല്ലെങ്കിൽ ഇമാതിരി കയപ്പൊക്കെ കാണുമ്പോൾ ഒത്തിരി കണ്ണും മഞ്ഞച്ച് തുള്ളിച്ചാടി ഊഞ്ഞാലാടി കളിക്കുന്ന പൊട്ടച്ചികളെടുത്തും ഈ അനീസ് മഞ്ചേരി മൂരിൻ്റെ അടുത്തും എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ, അല്ലാതെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് കയപ്പിറക്കാൻ നിൽക്കണ്ട. എനിക്ക് ഇനി എൻ്റെ അടുത്ത് പറഞ്ഞ രീതിയിൽ തന്നെ എനിക്കും ഞാനത് അങ്ങോട്ട് തന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇനി പറഞ്ഞ കമൻറ്റിനൊക്കെ ഓരോ രീതിയിലെടുത്ത് മറുപടി വരാൻ നിന്നാൽ ചിലപ്പോൾ ഇനി താങ്ങൂല അനീസേ. എനിക്ക് ചിലപ്പം അതൊന്നും എനിക്ക് ക്ഷമ കുറവുള്ള ഒരാളാണെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മറ്റേ സ്പെഷ്യൽ അടിച്ച് തീർന്നു പോകും. എന്നെ പോലുള്ള ഒരാളാണ് ഞാൻ, എനിക്ക് തീരെ ക്ഷമയില്ലായിരുന്നൊക്കെ തന്നെ. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കൊരു സുവർണ്ണ അവസരം തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ട് ഇനി പോരി, ഞാൻ വീഡിയോ ചെയ്യുന്നത് തീർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ചാവണം. പക്ഷേ ഇത്ര വൾഗറായിട്ടുള്ളൊരു വീഡിയോസൊന്നും ഞാൻ ചെയ്യൂല. ഒരു സ്ത്രീനെ ആ രീതിയിലൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതുപോലുള്ള സ്ത്രീനെ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ ഈ ഹിജടകളും ശിഖണ്ഡികളും എന്നൊക്കെ പറഞ്ഞാൽ അവർ മഹത്വമുള്ള ആളുകളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മഹത്വമുണ്ട്. അവരോട് പോലും ഉപമിക്കാൻ പാടില്ല. പക്ഷേ ചില ആളുകൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ ശിഖണ്ഡികളും സ്ത്രീകളെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ സൊസൈറ്റിയിൽ അതെല്ലാവരും അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ വേറെ തരത്തിൽപ്പെട്ട ശിഖണ്ഡികളുണ്ട്. എന്തോ ഒരുപോലെ ഈ ഒരു എന്താ പറയുക ആണ്ടരൂപം പെണ്ണിൻ്റെ മനസ്സും കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ ഈ അനീസിനെ പോലെയൊക്കെ കിടന്ന് ഒരു കാര്യമോ കാരണം അറിയാതെ പോയി കരഞ്ഞെടുക്കുന്ന വേറെ തരം ഈനം ശിഖണ്ഡികൾ. അത് ഈ ഒരു മഹത്വമില്ലാത്ത തരത്തിലുള്ള ഹിജടകളാണെന്നും പറയാനുള്ളൂ. അനീസ് ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കെതിരെ വീഡിയോ ചെയ്ത് ഞാൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ.